ബന്ധം പുലർത്തിയിരുന്ന നമ്മുടെ കണ്ണേട്ടനോട് എത്തിയിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം കണ്ണേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ബിന്നിയും വെട്ടി ഒരു സർവകലാവല്ലഭനാണ്. എല്ലാ മേഖലയിലും ഉണ്ട്. വ്യാപാരി മാത്രമല്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഇനി ഒരു രംഗം ബഹിരാകാശം ഒഴിച്ച് ബാക്കി എല്ലാം വന്നിട്ടില്ല. എല്ലാ മേഖലയിലും പുള്ളിയുടെ സ്വാധീനമുണ്ട്. നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ബിന്നിയും വെട്ടി വ്യാപാരികളുടെ ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഒഴുക്കിനെതിരായിട്ടൊരു നീന്തലാണ് നടത്തിയത്. കാരണം വ്യാപാരി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നൊരാക്ഷേപമാണ് അന്ന് വന്നത്. വ്യാപാരി സമൂഹത്തെ ഉപയോഗിച്ച് എല്ലാ പുരോഗമന ചിന്തകൾക്കും എതിരായ ഒരു നിലപാടാണ് ഇവിടെ നിലനിന്ന് വന്നത്. അതിൻ്റെ ഒരു ഘട്ടം 1950 രൂപപ്പെട്ടു. ആ ഘട്ടത്തിൽ ഇങ്ങനെ പുരോഗമനപരമായ എല്ലാത്തിനെയും എതിർക്കുക എന്നതിനപ്പുറം വ്യാപാരികളുടെ ന്യായവും ഇതും ശരിയായ കാര്യങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബിന്നിയുടെ നേതൃത്വത്തിൽ ഈ വ്യാപാരി വ്യവസായ സമിതി രൂപപ്പെട്ടു. വ്യാപാരികളുടെ നാനാവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ, വ്യാപാര മേഖലയിൽ സമാധാനപരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതുകൂടിയും ഈ സംഘടനയുടെ ലക്ഷ്യമായി. അതേറെ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നാണ്. ഈ സംഘടന എന്ന് പറഞ്ഞാൽ അതിനിന്ന് കാണുന്ന വലിപ്പവും പേരും ഒക്കെ ഉണ്ടാക്കിയത് ഉമ്മട്ടിയാണ്. എല്ലാ മേഖലയിലും ഇടപെട്ടിട്ടുണ്ട്. ഇത്രയധികം വ്യാപാരികളും ഉപവ്യാപാരി വിഭാഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയതെന്നാണ്. എത്ര സംഘടനകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കയ്യും കണക്കിൽ ഇപ്പോൾ ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാവരെയും സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ വ്യാപാരികൾക്ക് സമൂഹത്തിൽ ഒരു നല്ല പരിഗണന കിട്ടാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഴിയും. അതുമാത്രമല്ല, മുമ്പ് തൊഴിലാളികളുമായി വിലപേശാൻ വേണ്ടി ഒരു സംഘടന എന്ന നിലപാടിൽ നിന്ന് മാറ്റി വ്യാപാരികളുടെ വെൽഫെയറും അവരുടെ വ്യാപാര അഭിവൃദ്ധിക്കും അവരുടെ പൊതുവായ കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് വ്യാപാരി വ്യവസായ സമിതിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രീ ബിന്നിക്ക് കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ നിര്യാണം അപ്രതീക്ഷിതമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആകസ്മികമായ ഒരു മരണമാണ് ബിന്നി വെട്ടിക്ക് സംഭവിച്ചതെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തിച്ച എല്ലാ മേഖലകളിലുള്ള ആളുകൾക്ക് ഒരു അംഗീകാരം എന്ന നിലയിൽ ബിന്നി വെട്ടി ഫൗണ്ടേഷൻ അതിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ബിന്നി വെട്ടിയെ ഓർക്കുന്നതിനും സ്മരിക്കുന്നതിനും വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരെ ആദരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.